പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ പാകിസ്ഥാനിലെയും പക്കധീന കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ അതിശക്തമായ തിരിച്ചടിയാണ് ഇന്നലെ രാത്രി 1:45 നടത്തിയത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിലായിരുന്നു അത്. പാകിസ്ഥാനിലെയും പക്കധീന കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങളിലേക്കായിരുന്നു ആക്രമണം. ഏതാണ്ട് 9 കേന്ദ്രങ്ങളിലാണ് ഈ വിധം ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് ഇന്ത്യ അതേക്കുറിച്ച് പറഞ്ഞത്. ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെയാണ് രാജ്യത്തിൻ്റെ ആക്രമണം, തിരിച്ചടി, പ്രത്യാക്രമണം ഉണ്ടായത് എന്ന നിലയിലാണ് അതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. 17ഓളം ഭീകരർ കൊല്ലപ്പെട്ടു എന്ന ചില വിവരങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ എന്നത് ഇന്ത്യയുടെ കര, നാവിക, വ്യോമ സേനകളുടെ സംയുക്ത നീക്കമായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ മുസാഫർബാദ്, ബഹവൽപൂർ, കോട്ട്ലി, മൃഡിക് എന്നിവിടങ്ങളിലെ ഭീകര ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടത്തി എന്നുള്ളതാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലക്ഷ്യമിട്ടതും നടപ്പാക്കിയതും എന്നുള്ളതുമാണ്. ലഷ്കർ ഇ തൈബയുടെ ആസ്ഥാന കേന്ദ്രമാണ് മുരഡിക് എന്ന് പറയുന്നത്. പുൽവാമ ആക്രമണത്തിന് സൂത്രധാരനായി കാണുന്ന മസൂദ് അസർ നേതൃത്വം നൽകുന്ന ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനമാണ് ബഹവൽപൂർ. അങ്ങനെ ഈ 2 കേന്ദ്രങ്ങളും ഓപ്പറേഷൻ സിന്ദൂറിൽ ഉൾപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ലഷ്കറിൻ്റെ ആസ്ഥാനമായ മുരഡിക്റ്റും അതുപോലെ തന്നെ ജെയ്ഷയുടെ ആസ്ഥാനമായ ബഹവൽപൂരിലും ആക്രമണം. അതുപോലെ വളരെ ശക്തമായ നിലയിലുള്ള ഈ തിരിച്ചടി എന്ന നിലയിൽ തന്നെയാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ഇതേക്കുറിച്ച് വിലയിരുത്തുന്നത്. വിശേഷിച്ച് കരസേന, മുമ്പ് ശ്രീ പി ജെ വിൻസെൻ്റൊക്കെ പറഞ്ഞ നീതി നടപ്പാക്കി എന്ന നിലയിലാണ് കരസേന ഇതിനോട് ആദ്യ പ്രതികരണമായി വന്നിട്ടുള്ളത്. അതേസമയം മിസൈലുകൾ ഉപയോഗിച്ചുള്ള കനത്ത ആക്രമണം തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി വന്ന് നടത്തിയിട്ടുള്ളത് എന്നതുകൂടിയുണ്ട്. അപ്പോൾ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട മുമ്പ് സൂചിപ്പിച്ചതുപോലെ 10 മണിക്കാണ് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ വാർത്താ സമ്മേളനം എന്ന് നേരത്തെ അറിയിച്ചിരുന്നത്. ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് വാർത്താ സമ്മേളനം 10:30 എന്നതുകൂടിയുണ്ട്. പഹൽഗാം ആക്രമണം നടന്ന് 15-ാം ദിവസമാണ് രാത്രി അല്ലെങ്കിൽ പുലർച്ചെ 1:45 ഈ ആക്രമണം ഉണ്ടായത് എന്നതുകൂടിയുണ്ട്. അന്ന് പഹൽഗാമിൽ 26 ഇന്ത്യക്കാരാണ് കൊല്ലപ്പെട്ടത്, ഭീകരരാൽ കൊല്ലപ്പെട്ടത്. അതിന് തിരിച്ചടിയായിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഈ ആക്രമണം ഇപ്പോൾ ഈ സംയുക്ത സൈനിക നീക്കത്തിലൂടെ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ സ്വാതി ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. സ്വാതി, ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അവലോകനങ്ങൾ ഏതൊക്കെ തരത്തിലാണ്? പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ വാർത്താ സമ്മേളനം മുമ്പ് പറഞ്ഞ പോലെ 10 എന്നുള്ളത് 10:30 മാറി അല്ലേ? ശരത്, ഇപ്പോൾ വരുന്ന സൂചന അനുസരിച്ചാണ് 10 മണിക്കാണ് വാർത്താ സമ്മേളനം, പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ സംയുക്ത വാർത്താ സമ്മേളനം പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇത് 10:30 വാർത്താ സമ്മേളനം എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതിന് പിന്നാലെ തന്നെ സുരക്ഷാ കൗൺസിൽ സമിതി യോഗം ചേരുന്നുണ്ട്, ശേഷം കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. അത്തരത്തിൽ നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചകളും ചർച്ചകളും തന്നെ രാജ്യ തലസ്ഥാനത്ത് നടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആശയവിനിമയങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കര, നാവിക, വ്യോമ മേധാവികളുമായുള്ള നിരന്തരമായ ആശയവിനിമയം, ഈ സ്ഥിതിഗതികൾ സംബന്ധിച്ച വിലയിരുത്തലുകളൊക്കെ തന്നെയും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പ്രതിരോധ മന്ത്രാലയം അത്തരത്തിൽ വിവിധ മറ്റ് വിദേശ രാജ്യങ്ങളുമായി അടക്കമുള്ള കൂടിക്കാഴ്ചകൾ അല്ലെങ്കിൽ ഫോൺ സംഭാഷണം ഉൾപ്പെടെ നടത്താനുള്ള ആലോചനകളിലേക്കാണ്. അത്തരത്തിൽ സ്ഥിതിഗതികൾ ഇപ്പോൾ നിരീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പൂർണ്ണമായും ഈ ലഷ്കർ ഇ തൊയ്ബ അടക്കമുള്ള ഭീകര സംഘടനകളുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യ ഇത്തരത്തിലൊരു മിസൈൽ ആക്രമണം നടത്തിയിട്ടുള്ളത്. ഇന്ത്യയുടെ 3 സേനകളും ചേർന്നുകൊണ്ടുള്ള സംയുക്ത മിസൈൽ ആക്രമണം നടത്തിയപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധോപകരണങ്ങൾ അടക്കം, വലിയ പുതിയ തരത്തിലുള്ള യുദ്ധോപകരണങ്ങൾ അടക്കമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മാത്രമല്ല ചില കേന്ദ്രങ്ങൾ, ലഷ്കർ ഇ തൊയ്ബയുടെ കേന്ദ്രങ്ങളൊക്കെ ആക്രമിക്കുന്നതിന് വേണ്ടി 7 മുതൽ 8 വരെയുള്ള മിസൈൽ ആക്രമണം നടന്നു എന്നുള്ള തരത്തിലുള്ള സൂചനകളാണ് വരുന്നത്. മാത്രമല്ല ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ദീർഘദൂര സ്ട്രൈക്കിന് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ആയുധങ്ങളാണ്. ഇവയിൽ സ്കാൽപ്പ് ക്രൂയിസ് മിസൈൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതോടൊപ്പം ഹാമർ പ്രിസിഷൻ ബോംബ് അടക്കമുള്ള ഏറ്റവും ദീർഘദൂരത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന മിസൈലുകൾ, ഏകദേശം 250 കിലോമീറ്റർ കൂടുതൽ ദൂരപരിധിയുള്ള മിസൈലുകളാണ് ഈ ആക്രമണത്തിനു വേണ്ടി സൈന്യം ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ള വാർത്തകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 1:45 നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ സ്വാതി 1:45 ഈ 9 കേന്ദ്രങ്ങളിൽ, അതായത് ജെയ്ഷയുടെയും ലഷ്കറിൻ്റെയും മുഖ്യ കേന്ദ്രങ്ങൾ തന്നെ ലക്ഷ്യം വെച്ചുള്ള ഓപ്പറേഷൻ സിന്ദൂർ, ഇന്ത്യയുടെ കര, നാവിക, വ്യോമ സംയുക്ത സൈനിക നീക്കം ഉണ്ടായത്. ഇപ്പോൾ ഈ മിസൈൽ ആക്രമണത്തെക്കുറിച്ചൊക്കെ സ്വാതി വിശദമായി സൂചിപ്പിച്ചു. ഞാൻ നോക്കുകയായിരുന്നു. അപ്പോൾ രാത്രി 1:51 കരസേനയുടെ, ഇന്ത്യൻ ആർമിയുടെ ആദ്യ സന്ദേശം വരുന്നത് ജസ്റ്റിസ് ഈസ് സെർവ്ഡ് എന്ന് വരുന്നത്. ഞാൻ സ്വാതിയിലേക്ക് വരാം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാണാവുന്നത്, വളരെ പ്രധാനപ്പെട്ട
ഈ ഡിഫൻസിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം വന്നിരിക്കുന്നത് ആദ്യ പ്രതികരണം 2:36 പുലർച്ചെ 2:36 മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് ലോഞ്ച്ഡ് ഓപ്പറേഷൻ സിന്ദൂർ, എ പ്രിസൈസ് ആൻഡ് റിസ്ട്രെയിൻഡ് റെസ്പോൺസ് ടു ദി ബാർബറിക് പഹൽഗാം ടെറർ അറ്റാക്ക് ദാറ്റ് ക്ലെയിം 26 lives ഇൻക്ലൂഡിംഗ് 1 നേപ്പാളി സിറ്റിസൺ. ഇത് പറഞ്ഞുകൊണ്ട് അതിനെതിരെ ഫോക്കസ്ഡ് സ്ട്രൈക്സ് വെയർ ക്യാരിഡ് ഔട്ട് ഓൺ 9 ടെററിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ സൈറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചതിൻ്റെ ദൃശ്യങ്ങൾ സഹിതം പുലർച്ചെ 2:36 ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത്.